നമസ്കാരം. സുധീർ കൃഷ്ണ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ പുതിയ ചിത്രകലാ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലൂമിസ് മെത്തേഡിൻ്റെ ഒരു പുനരാവർത്തനം എന്ന് പറയാം. എന്നാൽ ലൂമിസ് മെത്തേഡിലൂടെ നമ്മൾ പഠിച്ച എല്ലാ അളവുകളെയും നമ്മൾ ഉപേക്ഷിച്ചിട്ടാണ് ഫ്രീ ഹാൻഡായിട്ട് ഇത്തവണ വരയ്ക്കാൻ പോകുന്നത്. അതങ്ങനെയാണ്. നമ്മൾ അറിയാനായി തേടുന്ന ഏതൊന്നിനെയും ഉള്ളിലാക്കി കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ള അറിവ് വേണ്ട, അത് ആന്തരികമായി മാറുന്നു. ജീവിതവും അങ്ങനെയാണ്. നമ്മൾ ഏതൊന്ന് പഠിക്കുന്നു ആ പുസ്തകങ്ങളൊന്നും നമ്മൾ ചുമന്ന് നടക്കാറില്ല, അതായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിനെയും കാണേണ്ടത്. നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൻ്റെ പേര് തന്നെ സുധീർ കൃഷ്ണ സ്കൂൾ ഓഫ് ആർട്സ് മോട്ടിവേഷൻ ക്ലാസ്സിൽ ചേർത്തിട്ടാണ്. ആർട്ട് ആൻഡ് മോട്ടിവേഷൻ എന്നാണ് വാക്കും വരെയും. സുധീർ കൃഷ്ണ സ്കൂൾ ഓഫ് ആർട്ട് ആൻഡ് മോട്ടിവേഷൻ അങ്ങനെയാണ്. ഞാൻ പറയുന്ന വാക്കുകളൊന്നും എഡിറ്റ് ചെയ്തിട്ടല്ല, ചെയ്യുന്ന വരെയും എഡിറ്റ് ചെയ്തിട്ടല്ല. എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, ഹൃദയത്തിൽ നിന്ന് വരുന്നത് അതുപോലെ ഞാനിവിടെ പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഇവിടെ ഒരു ചെറിയ മോട്ടിവേഷൻ, ആർക്കെങ്കിലും ജീവിതത്തിൽ അത് കരുത്താകുമെങ്കിൽ പറയുന്നു. ഇത് വേണ്ട എന്നുള്ളവർക്ക് കുറച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ചിത്രകല തുടങ്ങാം. കഴിഞ്ഞ ദിവസം നമ്മളെ നോവിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന അങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലേ, ഒരുപാട് വാർത്തകൾ നമ്മൾ തൊട്ട് തലോടി കടന്നുപോയി. എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയത് ഒരമ്മയും രണ്ട് കുഞ്ഞു കുട്ടികളും പെൺകുട്ടികളും ഉണർന്നു നിന്ന് മരണത്തെ പുൽകിയ ഒരു വാർത്ത ട്രെയിനിൻ്റെ മുമ്പിൽ. അവർ അതിനു മുമ്പ് ഒരുപാട് ഇടങ്ങൾ തേടിയിട്ടുണ്ട് ഒന്ന് ജീവിക്കാൻ, ഒന്ന് നിലനിൽക്കാൻ. പലയിടത്തുനിന്നും അവഗണിക്കപ്പെടുകയോ പരിഗണിക്കപ്പെടാതിരിക്കുകയോ ചെയ്തു അത്രേ. നമ്മൾ പലപ്പോഴും മരണത്തിൽ അഭയം തേടുന്നത് ജീവിതം തീർന്നു എന്ന് കരുതുമ്പോഴാണ്. എല്ലാ മോട്ടിവേഷൻ ക്ലാസ്സുകളിലും നമ്മൾ ജീവിക്കാൻ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഒരാളുടെ ഉള്ളിൽ ചെന്നിരുന്ന് അവരനുഭവിക്കുന്ന മാനസിക വ്യഥ എന്തെന്ന് അവർക്കൊന്ന് കൂട്ടിരിക്കാൻ പലരും ഉണ്ടാവുന്നില്ല. അതാണ് നമ്മുടെ കാര്യം. ഓരോ ക്ലാസ്സും കഴിഞ്ഞ് സത്സംഗം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വീട്ടിൽ പോകുന്ന പോലെയാണ്. പക്ഷേ കൂട്ടിരിക്കാൻ, ഒന്ന് കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ പലരും ഒന്ന് മാറി ചിന്തിച്ചേനെ. ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത്, പൂർണ്ണമായും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത്, പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. രണ്ട് വഴി, ഒന്നുകിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക. കാരണം രണ്ടിന് വലിയ കാര്യമൊന്നുമില്ല, എല്ലാം അവസാനിച്ചെടുത്താണ്. പക്ഷെ അവിടെയാണ് നമ്മുടെ പോയിന്റ് തുടങ്ങുന്നത്. ഇനി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവിടെ നമുക്ക് പലതും ചെയ്യാം അല്ലേ. എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടെന്ന് കരുതുമ്പോഴാണ് നമ്മൾ പലതും ചെയ്യാൻ അറയ്ക്കുന്നതും ഭയക്കുന്നതും. ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലെങ്കിൽ നല്ലതായിക്കൊണ്ട് എനിക്കിവിടെ നിലനിൽക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പം ചിന്തിച്ചു തുടങ്ങാം. കാരണം ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ. മരിക്കാൻ ഒരൊറ്റ കാരണം മതി. ജീവിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമ്മളെ ജീവിപ്പിക്കാൻ നമ്മുടെ ഉള്ളിൽ നാം കരുതി വെച്ച, അല്ല യൂണിവേഴ്സ് കരുതി വെച്ച, ഈശ്വരൻ കരുതി വെച്ചൊരു കൈത്തിരി നാളമുണ്ടാവും. ഈ പരീക്ഷണങ്ങളെയും കടത്തി വിടണം. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് പറയാൻ ഇദ്ദേഹത്തിന് എന്താണ് യോഗ്യത? ഉണ്ട്. ജീവിതത്തിൽ ഏറ്റവും പ്രിയതരമായത് എൻ്റെ ഭാര്യയടക്കം എന്നോട് ചേർന്ന പലരും കാലത്തിന് കൈപിടിച്ച് കടന്നുപോയി. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ സാമ്പത്തികമായിട്ട് തകർന്നു പോയി. കൊറോണ കാലത്ത് അമ്മയും ഭാര്യയും ഒക്കെ നഷ്ടപ്പെട്ടപ്പോഴും, ജീവിതം ഇനി മുന്നോട്ട് പോകാനാകാത്ത വിധത്തിൽ തളർന്നു പോയപ്പോഴും, ഈ വിരലിലെ വര ഇങ്ങനെ വിറച്ച് നിന്നപ്പോഴും ഞാൻ ഇനി എന്തു ചെയ്യുമെന്ന് അറിയാതെ പകച്ചു പോയി. ഞാനും ചിന്തിച്ചു, ഒരു വേള ഏതെങ്കിലും ട്രെയിനിന് മുമ്പിൽ പോയി തലവെച്ച് കൊടുത്താൽ അവിടെ നിന്നാണ് ജീവിക്കണമെന്ന് തുടങ്ങിയത്. എന്നാൽ ഈ ചിന്ത അതേ ആർജവത്തോടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയാൽ എന്ത് പറ്റും? അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നത്. അവിടെ എൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും മാത്രമാണ് അന്നും ഇന്നും ഞാൻ കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്നത്. ആ ക്ലാസ്സുകൾ തുടങ്ങി. ഇന്ന് അനേകം കുട്ടികളുണ്ട്. നമുക്കൊരു ഓഫീസായി. ഒപ്പം ഇതുപോലെ ചാനൽ തുടങ്ങി. പലർക്കും കൂട്ടിരിക്കാൻ പറ്റി. ഇന്ന് എന്നെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് സഹോദരിമാരുണ്ട്, അമ്മമാരുണ്ട്, സഹോദരന്മാരുണ്ട്, മക്കളുണ്ട്. ഏത് രാത്രിയും അവർക്ക് എന്നെ വിളിക്കാൻ പറ്റുന്നുണ്ട്. അവരോടൊപ്പം അവരുടെ ഹൃദയവ്യഥയ്ക്കൊപ്പം കൂട്ടിരുന്നു നമുക്ക് പറയാവുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കാൻ ഞാൻ പഠിച്ചത്. ഇന്ന് ഞാൻ സൈക്കോളജിയുടെ സ്റ്റുഡൻ്റാണ്. ഇന്നും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജീവനകലയെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജീവിതത്തെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അനുഭവിച്ചതും അതിൽ നിന്ന് ഞാൻ കരകയറിയതും ഞാൻ കടന്നു വന്നതുമായ വഴികളിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നേർസാക്ഷ്യമാണ് പലരോടും പറയുന്നത്. ഈ വാക്ക് പോലും ഞാൻ ഒരു അക്ഷരം പോലും എഡിറ്റ് ചെയ്താണ് പറയുന്നത്. ഇതുപോലെ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. കാരണം എനിക്ക് അറിയില്ല, അതൊന്നും മറ്റൊരു മാർഗവും അറിയില്ല. തികച്ചും സത്യസന്ധമായിട്ടാണ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നമുക്ക് സംസാരിക്കാമെന്നേ. ഈ ജീവിതം നമുക്ക് ഒരിക്കൽ കിട്ടുന്നതല്ലേ. നമുക്കറിയില്ല പുനർജനിക്കുമെന്നോ സ്വർഗമുണ്ടോ നരകമുണ്ടോ, നമുക്കറിയില്ല. നമുക്ക് ആകെയുള്ളത് ഈ ജീവിതമാണ്.
ഇവിടെ നമ്മൾ ജീവിച്ച് കാണിക്കണം. നമ്മൾ വിചാരിച്ചാൽ നമ്മളിലേക്ക് പലതും ഒഴുകിയെത്തും. ഒരു ആകർഷണ നിയമമുണ്ട് ജീവിതത്തിൽ, പ്രപഞ്ചത്തിൽ, അതിനെ കണ്ടെത്താം. അതോടൊപ്പം പറയുന്നത് ഈ വെക്കേഷൻ നമ്മൾ ചിത്രകലാ ക്ലാസ് കുട്ടികൾക്കായി തുടങ്ങിയാണ്. കുട്ടികൾക്ക് ആർക്ക് വേണ്ടി ആഴ്ചയിൽ 3 ക്ലാസ്സാണ്. അതിൻ്റെ എല്ലാ വിവരങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ബ്രോഷർ നോക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് വേനൽക്കാല ക്ലാസ്സുകൾ അതിലിരുന്ന് ജീവിതവും ജീവനകലയും ചിത്രവും ഒക്കെ പഠിക്കണമെങ്കിൽ നമ്മിലേക്ക് വരാം. ലൈവാണ് ക്ലാസ്സുകൾ. നിങ്ങൾക്ക് അഫോർഡബിളായ ഫീസാണ്. നിങ്ങളുടെ ഏത് കാര്യമാണെങ്കിലും നമ്മളോട് പറയാം. നമുക്ക് ഇവിടെ അത് നിവർത്തിക്കാൻ സാധിക്കും. ചിത്രകലയ്ക്കൊപ്പം സഞ്ചരിക്കുക. ചിത്രകലാ ക്ലാസ്സിൽ ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ തന്നെ നിങ്ങളുടെ പേരുകൾ അറിയിക്കുക. ധാരാളം പേര് വന്നാലും നമുക്കത് ചെയ്യാനാവില്ല. കാരണം വളരെ ലിമിറ്റ് ചെയ്താണ് നമ്മൾ എല്ലാ ക്ലാസ്സുകളും നയിക്കുന്നത്. അപ്പോൾ ചിത്രകലയിലേക്ക് കിടക്കുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ടത് നിങ്ങൾക്കൊക്കെ ഇതിൽ ഇഷ്ടമറിയിക്കുന്നു. ഇനി കേട്ടില്ലെങ്കിലും സന്തോഷമാണ്. കാരണം ചിത്രകല അപ്പുറത്തുണ്ട്, ഏതും സ്വീകരിക്കാം. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചിത്രകല ക്ലാസ്സിലേക്ക് പോകാം. നന്ദി. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലൂമിസ് മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി ലൂമിസ് മെത്തേഡിൽ ആ ഒരു അറിവിൽ നിന്നുകൊണ്ട് ലൂമിസ് മെത്തേഡിനെ നമ്മൾ വരയ്ക്കുന്നില്ല, മറിച്ച് ഒരു മുഖത്തിൻ്റെ സൈഡ് വ്യൂ ഞാൻ വരയ്ക്കുകയാണ്. ലൂമിസ് മെത്തേഡ് അല്ല, എന്നാൽ ലൂമിസ് മെത്തേഡ് പഠിച്ചവർക്ക് വേണ്ടിയുള്ള വരയാണിത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മൾ ആ അളവുകൾ നിങ്ങൾ മനസ്സിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. ലൂമിസ് മെത്തേഡ് നമ്മൾ വരപ്പിച്ചപ്പോൾ പലരും പറഞ്ഞു വളരെ ഗുണകരമായി, വളരെ ഉപയോഗപ്രദമായി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കണ്ടിട്ടില്ലാത്തൊരു നേരെ ലൂമിസ് മെത്തേഡ് ഞാൻ നമ്മുടെ ക്ലാസ് പോയി കാണുക. അനാട്ടമി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിന് മുമ്പുള്ള 2 ക്ലാസ്സുകൾ കാണുക. ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഹയർ ലെവലിലെ അനാട്ടമിയും മറ്റ് മെത്തേഡുകളുമാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ലൂമിസ് മെത്തേഡ് സർക്കിളൊക്കെ നിങ്ങളിവിടെ മനസ്സിലാക്കുക. ഞാനിവിടെ വരച്ചിട്ട് അത് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇനി ഞാൻ ഒരു സ്ത്രീയുടെ തല, ഒരു ഹാഫ്, ഒരു സൈഡ് വ്യൂ വരയ്ക്കുന്നു. ഇത് വരയ്ക്കുന്നത് ഒരു എന്താ പറയുക, ഒരു തട്ടമിട്ട പോലെ, തട്ടമെന്നുള്ളൊരു തലയിലൊരു തുണി ഇട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അത്രയും ഭാഗം നിങ്ങൾക്ക് റൗണ്ട് വരച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ കട്ട് ചെയ്തുണ്ടോ, ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് പല രീതിയിലുള്ള മുഖങ്ങൾ നമ്മളിനി വരയ്ക്കും തുടർന്ന്. ഇത് മാത്രമല്ല, ഈസി മെത്തേഡിൽ ചിത്രം വരയ്ക്കേണ്ട ഒരുപാട് രീതികളെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു തരും. കണ്ടോ, ഇവിടെ ചെവിയാണ്. നോക്കൂ, നമ്മൾ മറ്റേ മെത്തേഡ് പഠിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞ രീതിയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ചിത്രകലയിലേക്ക് പോവുകയാണ്. ഇത്രയും ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ചേഞ്ച്, ഒരു ഡിസൈനുള്ള സ്കോപ്പ് വരയ്ക്കുമ്പോൾ ഇതിനൊക്കെ ഒരു ഡിസൈൻ കൊടുക്കാം. അതിനാണ് അതങ്ങനെ വരച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഇല്ലസ്ട്രേഷൻ ലെവലിലേക്കുള്ള ചിത്രകലാ മാർഗമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമ്മൾ ചിത്രകലയ്ക്കൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയാറുണ്ട്. സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകുലതകളെ അലിയിച്ച് കളയുക എന്നുള്ള പറയും. അത് നമ്മളൊരു ധർമ്മമാണ്. കാരണം നമുക്ക് വരുന്ന ഒരുപാട് കോളുകൾ, ഞാൻ നേരിട്ട് പോയി ക്ലാസ് എടുക്കുന്ന ചില ഇടങ്ങളൊക്കെ, അവരനുഭവിക്കുന്ന മാനസിക വ്യഥകളൊന്നും തുറന്നു പറയാൻ ഒരാളില്ല എന്ന് കരുതുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ആണാവട്ടെ, പെണ്ണാവട്ടെ, കുട്ടികളാവട്ടെ, അവരെ ഹൃദയപൂർവ്വം ഒന്ന് കേൾക്കാൻ, അല്ലെങ്കിൽ ഉപാധികളില്ലാതെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ പലപ്പോഴും പല ആത്മഹത്യകളും അല്ലെങ്കിൽ ഹൃദയാഘാതങ്ങളും ഒക്കെ ഒഴിവാകും. തെറ്റായിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാകും. പക്ഷേ യാതൊരു വിധത്തിലുള്ള കളങ്കവും ഇല്ലാതെ ഒരു നിഷ്കാമ കർമ്മം പോലെ അവർക്കൊപ്പം നിൽക്കാൻ മനസ്സുള്ള ആൾക്കാർ വേണം. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ പെയ്തൊഴിയാൻ കാത്തിരിക്കുന്ന ഒരുപാട് മനസ്സുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഞാൻ എൻ്റെ ഇങ്ങനൊരു ചിന്ത തുടങ്ങി, എന്നോട് സംസാരിക്കാം നിങ്ങൾക്കെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മിക്കവാറും എല്ലാ ദിവസവും എന്നെ വിളിക്കുന്ന, ഒരുപാട് നേരം പറഞ്ഞ് അവരുടെ മനസ്സിൻ്റെ ആകുലതകൾ ഒന്ന് പെയ്തൊഴിഞ്ഞ് ശാന്തമായി പോകുന്ന കുറേ പേരുണ്ട്. ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ട് വാക്കേറ്റ് തളിർത്ത് പൂത്ത് വസന്തമായി വിടരുന്നവരുണ്ട്. ഒക്കെ ഈശ്വരൻ എനിക്കിതൊരു ഭാഗ്യമാണ്. കാരണം ഇതിലൊക്കെ ഒരു വലിയ ഘടകത്തിലൂടെ കടന്നുപോയി ജീവിതം മുഴുവൻ കൈവിട്ടു പോയിട്ട് അതിനെ തിരിച്ചു പിടിച്ച് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറിയ ഇടങ്ങളിൽ ഞാൻ വിജയിച്ചു തന്നെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ അനുഭവിച്ചത്, ഞാനന്ന് പങ്കെടുത്ത ക്ലാസ്സുകൾ, ഞാൻ പഠിച്ച പാഠങ്ങൾ, അതിൻ്റെ സൈക്കോളജി ഒക്കെ ചേർത്ത് എങ്ങനെ നമ്മൾ ദുരിതമെന്നോ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഉയർന്നു വരാൻ സാധിക്കുന്നില്ലെന്നോ കരുതുന്നിടത്തു നിന്ന് ഒരു കച്ചിത്തുരുമ്പ് കാണിച്ചു കൊടുത്തുകൊണ്ട് അതിനൊരു വലിയ വടവൃക്ഷമാക്കിക്കൊണ്ട് നമുക്ക് പിടിച്ചു കയറാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരാം. അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് കേൾക്കുന്ന പല വാർത്തകളും നമ്മളെ വളരെയധികം നോവിക്കുന്നതാണ്. ഒരു അമ്മയും 2 കുട്ടികളും ട്രെയിനിൻ്റെ മുമ്പിൽ നിന്ന് കൊടുത്തത്, അതിനു മുമ്പ് അവരനുഭവിച്ച മാനസികാവസ്ഥ.
ഏതെങ്കിലും ഒരു കൈത്താങ് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച നിമിഷങ്ങൾ, ഒരുപക്ഷെ ഒരു നല്ല വാക്ക് അവരെ ആ കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതിന് അവർ നമ്മുടെ കൂടെ കണ്ടേനെ. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ഓട്ടപ്പാച്ചിലുകളിൽ നമുക്ക് പലപ്പോഴും പലരെയും കേൾക്കാൻ മനസ്സില്ല, സമയമില്ല. പക്ഷേ എനിക്ക് സമയമുണ്ട്. എൻ്റെ ക്ലാസ്സുകൾ വെളുപ്പിന് തൊട്ട് രാത്രി 2 മണി 1 മണി വരെ 12 മണി വരെ ഒക്കെ ഉണ്ട് സമയങ്ങളുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് പോലും നമ്മൾ ഒരാളെ കേൾക്കാൻ, ഒരു സഹോദരിയെ കേൾക്കാൻ, ഒരു സഹോദരനെ കേൾക്കാൻ, ഒരു അച്ഛനെ അമ്മയെ കേൾക്കാൻ, എൻ്റെ പ്രിയ മക്കളെ കേൾക്കാനൊക്കെ ഞാൻ ഇപ്പോഴും സമയം കണ്ടെത്തുന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ധർമ്മവും ഞാൻ കരുതിക്കൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. വാക്കും വരെയും ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വാക്ക് കേൾക്കണ്ട, ഈ പറയുന്ന ഒന്നും കേൾക്കണ്ട, പടം ചിത്രം മാത്രം മതിയെങ്കിൽ മ്യൂട്ട് ചെയ്ത് കാണാൻ പാകത്തിൽ കൂടിയാണ് വരയ്ക്കുന്നത്. ഇടയ്ക്ക് മറ്റൊന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രം, കാരണം അതെൻ്റെ ധർമ്മമാണ്. ഈ വാക്കുകൾ കൂടി എന്തായാലും പറയാം. ഞാൻ ചിത്രകലയിലേക്ക് പറയുമ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ നേരത്തെ ബ്രോ ലൈൻ, നോസ് ലൈൻ കണ്ടോ, ചിൻ ലൈൻ, ഇവിടെ ഇത്രയും ഭാഗത്ത് നമ്മൾ അല്ലേ. അപ്പോൾ ഹെയർ ലൈൻ കണ്ടോ, ഇത് നമ്മൾ സൈഡ് വ്യൂവിൽ പഠിച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ചുണ്ട് വരയ്ക്കാം. എപ്പോഴും നമ്മൾ ചുണ്ടൊക്കെ വരയ്ക്കുമ്പോൾ കണ്ടോ, ഒരല്പം മുകളിലേക്ക് ഒന്ന് ചിരിക്കുന്ന പോലെ ഈ ചുണ്ട് ഇങ്ങനെ ചരിഞ്ഞു വരണം. കാണാം, മൂക്ക് വരച്ചതുകൊണ്ട് അത് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് വളച്ചിട്ട് ഇത് ഇത്തിരി താഴ്ന്നു നിൽക്കണം. എന്നിട്ട് ഇത് ഞാനൊന്ന് ഇറേസ് ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ വരച്ചോണ്ട പുരികം ഈ ലൈന് മുകളിലായിട്ട് വന്നു. എന്നിട്ട് നമ്മൾ ഇത് ഇത്തിരി ഇങ്ങോട്ട് മാറിയിട്ട് കണ്ണ് വരയ്ക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കണ്ണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണണം വരയ്ക്കുന്ന രീതി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തുക. കണ്ടത് ഇങ്ങനെ ചരിച്ച് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ നിങ്ങൾ മനോഹരമായിട്ട് വരയ്ക്കുന്നതൊക്കെ പിന്നീട്, ആദ്യം നമ്മൾ വരയ്ക്കാൻ പഠിക്കുകയാണ് അല്ലേ. അതിനോട് പാരലായിട്ട് ഇങ്ങനെ കുറച്ച് വലുത് ശരിക്കുള്ള ചിത്രത്തിലാണോ എന്ന് വെച്ചാൽ അല്ല, നമ്മളൊരു ഭംഗിയാക്കാൻ വേണ്ടി ചെയ്യുന്നത് കുറച്ച്. ഇനി കൺതടം, അതിനുശേഷം വളരെ പതുക്കെ ഇത്രയാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. കൺപീലികൾ ഇതൊക്കെ ഞാൻ പിന്നീട് തെളിച്ച് വരച്ച് കാണിക്കും കേട്ടോ. ഇങ്ങനെ വരയ്ക്കാം, വ്യക്തമായിട്ട് കാണാമെന്ന് വിചാരിക്കും. ഇത്രയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിത്രകലാ സംബന്ധിയായ സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വിളിക്കാം. സമയം അനുസരിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ്, കൂടെ ഉണ്ടാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ 10-30 വർഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ചിത്രകല, നമ്മൾ ഉപാസിച്ച ചിത്രകല, നമുക്ക് തന്ന അനുഗ്രഹം, ആ ചെറിയ അറിവ് പങ്കുവച്ച് തരാൻ ഞാൻ തയ്യാറാണ്. നമ്മളൊന്നും കൊണ്ട് പോകുന്നില്ല ഇവിടെ തിരിച്ചല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ, ഒന്ന് പെയ്തൊഴിയാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പകുതി ആശ്വാസമായി. ആദ്യം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തിരയുന്ന പലതിൽ നിന്നും നമുക്ക് ദുഃഖമുണ്ടാക്കുന്നതാണ്, നമുക്ക് ഞെട്ടൽ ഉണ്ടാക്കുന്നതാണ്. ചില ടൈറ്റിലുകൾ തന്നെ അതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കേട്ടാൽ നിങ്ങൾ ഞെട്ടി തകർന്നു പോകും. കഴിവതും ആ പരിപാടിക്ക് നിൽക്കാതിരിക്കുക. കാരണം നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന, നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാക്കുന്ന, ഭയമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കും. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പിന്നീട് സ്ഥിരപ്രതിഷ്ഠ നേടും. സബ് കോൺഷ്യസ് മൈൻഡിന് യാതൊരു യുക്തിയുമില്ല. അത് കോൺഷ്യസ് മൈൻഡിൻ്റെ ഏകദേശം 90% ഭാഗത്തോളം ഉള്ള ഒന്നാണ്. നമ്മുടെ ബോധ മനസ്സ് ഉറങ്ങുമ്പോഴും പ്രവർത്തിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ പലപ്പോഴും പല വിധത്തിലുള്ള അരുതായികളിലേക്കും കൊണ്ടുപോകുന്ന ഒന്നാണ്. അതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ ഊറിക്കൂടുന്ന പലതും ആണ് പിന്നീട് നമ്മുടെ സ്വഭാവമായി നമ്മുടെ ജീവിതത്തെ തന്നെ സാരമായി ബാധിക്കും. അതുകൊണ്ട് കോൺഷ്യസ് മൈൻഡിലേക്ക് ബോധപൂർവ്വം നല്ലതിനെ പകർന്നു കൊടുക്കുക. നല്ല വാക്കുകൾ, നല്ല ചിന്തകൾ, ഉറങ്ങുന്നതിന് മുമ്പും ഉണർന്ന ഉടനെയും ഒക്കെ നമ്മൾ നല്ല ചിന്തകളെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുക. ഇതുപോലെ ചിത്രങ്ങളോ ഗാനങ്ങളോ നിങ്ങൾക്ക് മനസ്സിന് കുളിർമയേകുന്ന, സന്തോഷമേകുന്ന, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ ഉണർത്തി വെക്കുന്ന ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കാണാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ദുഃഖകരമായ കാര്യം നമ്മൾ കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലേ, നമുക്ക് ഇടപെടാൻ പറ്റാത്ത കാര്യങ്ങളെ ഒരു നിസ്സംഗതയോടെ മാറി നിന്ന് കാണുകയും നമ്മുടെ ഇടങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒരു സേവനം ചെയ്യണം. തിരിച്ചു നമുക്കിവിടെ ജന്മം തന്ന ഇടം, ആ സേവനം
ഒരു നിഷ്കാമ കർമ്മമാണ്. ആരിൽ നിന്ന് പ്രതിഫലേച്ഛയില്ലാതെ, ആരെയും ദ്രോഹിക്കാതെ, ഒരു വാക്കുകൊണ്ട് പോലും നമുക്കൊരാളെ കൂടെ നിൽക്കാനാവും, കൂടെ ഇരിക്കാനാവും, അവരെ ചേർത്ത് പിടിക്കാനാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ചെയ്തു പോകണമെന്നാണ് എൻ്റെ ഒരു എളിയ വാക്ക് നിങ്ങളോട്. ഞാനിപ്പോൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിൽ കടന്നു പോകുന്നത് ഇനി എന്ത് ചെയ്യുമെന്നറിയാത്തവരോട് നമ്മൾ വിളിച്ചോളാൻ പറയും. നമ്മളിതിങ്ങനെ സംസാരിക്കും. ചിലപ്പോൾ നമ്മൾ വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ മതിയെന്നേ, ഒന്നും പറയണ്ട. അവരുടെ മനസ്സ് ഒരു പുഴ പോലെ ശാന്തമാകും. അപ്പോൾ നമുക്കതിൻ്റെ അടിത്തട്ട് വരെ കാണാനാവും. തെളിഞ്ഞ മുത്തും പവിഴവും ചിപ്പിയുമുള്ള അടിത്തട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അവർ കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഒരു കുത്തൊഴുക്കായി മാറും. അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരാളെ മിനിമം കേൾക്കാനെങ്കിലും സാധിക്കുന്ന നല്ലതാണ്. പക്ഷെ ഇന്ന് പലർക്കും സമയമില്ല പലതിനും. ഇവിടെയാണ് നമ്മുടെ സമയം കണ്ടെത്തുന്നത് കേൾക്കാനായി കൂടി. അതുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലും വാക്കും വരയുമായി ഞാനിങ്ങനെ നിലനിർത്തിയതും. എനിക്ക് ഒരുപാട് പേരെ കേൾക്കാനാവുന്നുണ്ട്, അവരുടെ കൂടെ നിൽക്കാനാവുന്നുണ്ട്. ഒരു വാക്കിൻ്റെ പൂക്കൾ അവരുടെ പാദങ്ങൾ അർപ്പിക്കാനാവുന്നുണ്ട്. അത് തന്നെ ജീവിതത്തിൻ്റെ പുണ്യമായി ഞാൻ കരുതുന്നു. ഇത് നമുക്ക് വീണ്ടും ചിത്രത്തിലേക്ക് വരാം. നോക്കും, ഇത്രയും ചെയ്യും. ഇനി ഞാനിതിനൊന്ന് ഇറേസ് ചെയ്യുന്നു. വീണ്ടും വളരെ വ്യക്തമായിട്ട് ഡാർക്കായിട്ട് നിങ്ങളെ വരച്ച് ഈ ചിത്രം മനോഹരമായി നിങ്ങളെ കാണിച്ചു തരാം. മറക്കരുത്, അളവുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൂമിസ് മെത്തേഡിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നോക്കൂ, ഞാൻ ഇതൊന്ന് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. ഇനി ഒറ്റ വരയിൽ വരയ്ക്കുകയാണ്. ഇത് സോഫ്റ്റ് ചാർക്കോൾ പെൻസിലാണ്, ക്യാമലിൻ്റെ. ഇത് പെൻസിൽ എക്സ്റ്റെൻഡറിനകത്തോട്ട് ഈ ഒരു തുണ്ട് ഇത്തിരിയുള്ള പെൻസിൽ ഇത് തീർന്നത് ഒരു കൊച്ചു കഷ്ണമായി. ഈ ചെറിയ ഒരു പെൻസിലിൻ്റെ തുണ്ട് കഷ്ണം, ചെറിയ കഷ്ണം ഞാൻ ഇതിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഊരിയെടുക്കാം. എന്നോട് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സഹോദരി ചോദിച്ചിരുന്നു, ഇത് ഏത് പെൻസിലാണ്? ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് ഏത് ഇത്രയുള്ള പെൻസിൽ കണ്ടോ? ഇത് തീരണ്ടെന്ന് വെച്ചാൽ ഞാൻ കയറ്റി വെച്ചിട്ട് വരയ്ക്കുന്നത് കണ്ടോ? ഇത് എക്സ്റ്റെൻഡറാണ്. നമുക്ക് 150 രൂപയ്ക്ക് 3 കിട്ടും ആമസോണിലാണ്. അപ്പോൾ അത് വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് നല്ല പെൻസിലുകൾ തീരുവോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഡാർക്ക് ആക്കി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് നമ്മുടെ ഒരു അടയാളം ഉണ്ടല്ലേ, ഇത് നമ്മൾ ഒറ്റ വരയിൽ കഴിവതും നമ്മൾ പെൻസിൽ എടുക്കാതെ വരയ്ക്കാതെ ഇങ്ങനെ വരയ്ക്കൊണ്ട് ഒരു നീളത്തിൽ കൊണ്ടുവേണം വയ്ക്കാൻ. ഇങ്ങനെ വരച്ച് പോയാൽ മതി. നോക്കുക, ഞാൻ ഒരുപാട് സമയം എടുക്കാതിരിക്കാൻ വേണ്ടി ബാക്കി വരുന്നത് പോസ് ചെയ്ത് വെച്ചിട്ട് വരയ്ക്കാം. ഇതേ വരകളാണ്, വേറൊന്നും നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടുപഠിക്കാനില്ല, ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാനൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്യാം, കാരണം അല്ലെങ്കിൽ അത്രയും സമയം പോകണം. ഇത്രയും ഭാഗം ഒന്നുകൂടെ വരച്ചിട്ട് ഞാൻ വീണ്ടും പ്ലേ ചെയ്യാം. കണ്ടോ, കുറച്ച് ഞാനിവിടെ വരച്ചിട്ട്, വളരെ കുറച്ചേ വരച്ചുള്ളൂ. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു, കുറച്ച് ആളുകൾ ഇങ്ങനെ മുടിയിലേക്ക് കിടക്കട്ടെ എന്ന് വെച്ചു. അതിങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ അങ്ങ് വിട്ടാൽ മതി കേട്ടോ, സോഫ്റ്റ്. എന്നിട്ട് കണ്ടോ, ഒറ്റ വരയിൽ വന്ന് ഇവിടം വരെ ഇങ്ങനെ മുട്ടിച്ചിട്ട് ഇവിടെ നിന്നത് വളരെ സിമ്പിളായിട്ടില്ല. നോക്കി, ഒരു ചെറിയ പാഠം കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഒറ്റ വര നമ്മൾ മേൽ പറഞ്ഞ പോലെ ഇച്ചിരി ഉയർത്തി വെൽക്കും. അപ്പോൾ ഒരു പുഞ്ചിരി കുട്ടിയുടെ ചുണ്ടിലുണ്ടല്ലേ. നമുക്കൊക്കെ പുഞ്ചിരിക്കുന്ന മുഖം കാണാനല്ലേ ഇഷ്ടം. കണ്ട, ഇങ്ങനെ വന്നിട്ട് വളരെ പതുക്കത്തെ ഇങ്ങോട്ട് വിട്ടിട്ട് ഈ വര ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരയ്ക്കും. ഈ താടി കുറച്ച് ഉള്ളിലോട്ട് വന്നാലും ഓരോരുത്തരുടെ മുഖം പല കുറച്ചിട്ട് കൂടുതൽ വേണം ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വരച്ച് നോക്കി ഒന്ന് നോക്കുക. ഇനി എന്ത് ചെയ്യണം? ഈ മുടി കണ്ടോ, എപ്പോഴും ഇതിനോട് ചേർന്ന വരകൾ വേണം. ഈ വളവിനോട് ഇത് ഇങ്ങനെ ലയിച്ച് വേണം, അതായത് ഒറ്റയടിക്ക് അങ്ങോട്ടൊന്നും വരച്ചേക്കരുത്. ഇനിയിപ്പോൾ ഇതൊരു മുടി പറഞ്ഞ് ഇങ്ങനെ വരയ്ക്കാണ്ട് ഇവിടുന്ന് വന്നിട്ട് ഉണ്ടോ ഇങ്ങനെയൊക്കെ വരയ്ക്കാം. ഇവിടുന്ന് വരുന്നൊരു മുടി ഇങ്ങോട്ട് വേണേൽ കിടക്കാൻ. ഇപ്പോൾ തോന്നിയതാണേ, ഉണ്ടോ? അങ്ങനെയൊക്കെ വരയ്ക്കാം, അത് പാടില്ല. ഇവിടെയൊക്കെ നമുക്ക് പതുക്കെ ഡാർക്ക് കൊടുക്കാം. സമയമുള്ളതുകൊണ്ടാണ്, സമയം അധികം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ വളരെ ചെറുതായിട്ട് ചെയ്തത്. ഇപ്പം നമ്മളൊക്കെ ഷോർട്സിൻ്റെ കാലമാണ് അല്ലേ, ഏറ്റവും ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് കണ്ട് പോകണം. നമുക്ക് ക്ഷമ കുറവല്ലേ, അങ്ങനെയാണ് ഈ ഒരു രോഗം. പണ്ട് നമുക്കറിയാം, നാടകങ്ങളൊക്കെ രാത്രി മുഴുവൻ നാടകം കണ്ടിട്ട് പോയ കാലമുണ്ട്. ഇന്ന് ആർക്ക് സമയം? എത്രയും പെട്ടെന്ന് പരിപാടി തീർക്കണം. ഇത്രയും വരച്ചു. ഇനി ബാക്കി മുടിയൊക്കെ ഞാനിവിടെ വരയ്ക്കും. ഞാൻ കുറച്ച് നേരം പോസ് ചെയ്തിട്ട് വരയ്ക്കത്തുള്ളൂ, കാരണം
എൻ്റെ ആകെയുള്ള എഡിറ്റിങ്ങിനൊന്ന് പോസ് ചെയ്ത് വെക്കുക എന്നുള്ളത്, കാരണം അത് സമയം അധികം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാൻ വേണ്ടി ചെയ്യുന്നു, അല്ല വേറെ എഡിറ്റിംഗ് ഒന്നുമില്ല. കണ്ടോ, ഇതൊക്കെ ഞാൻ പിന്നീട് പോസ് ചെയ്ത് വെച്ചിട്ട് വരയ്ക്കാം. ഈ പുരിയം കാണിക്കാം. അതൊക്കെ വരച്ചു. നമ്മൾ നേരത്തെ വരച്ച കണ്ണതേ വെച്ച് മുന്നോട്ട് വരച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടം വരെ വരച്ചിട്ടുണ്ട് ആ ഉടുപ്പിൻ്റെ. ഇതൊന്നും നിങ്ങൾക്ക് വലിയ പാടുള്ള കാര്യമില്ല, അതുകൊണ്ടാണ് അത് ഞാൻ പോസ് ചെയ്തിട്ട് വരച്ചത്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം വരയ്ക്കുന്നത് എങ്ങനെയാണ് നോക്കുക. ഇനി നമ്മളിവിടെ ഈ ഡാർക്കായ പോർഷനൊക്കെ ഈ മുടി വരച്ചിട്ട് നമുക്ക് ഇവിടെ ഡാർക്ക് ചെയ്ത് പോവാം. കണ്ടോ, ചെറിയ വരകളായിട്ട് ഇങ്ങനെ വരച്ചാൽ മതിയാവും. എനിക്ക് തോന്നുന്നു വളരെ വളരെ ചെറിയ സമയം കൊണ്ട് നമുക്കിത് വരച്ചു തീർക്കാൻ സാധിച്ചു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെറിയ ഇതൊക്കെ നിങ്ങൾക്ക് യാതൊരു പാടുമില്ലാതെ വരയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഒരു ഡിസൈനായിട്ട്. കാരണം നിങ്ങൾ ഇതിലൊന്നും വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയരുത്, അതുകൊണ്ടാണ്. ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചില ഡിസൈൻ ഒരു ഷെയ്ഡൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഭംഗിയാക്കാം. പക്ഷേ നമ്മൾ ഷെയ്ഡ് കൊടുക്കേണ്ട സമയമായിട്ടില്ല, ചിത്രകലയിൽ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ, അതുകൊണ്ടാണത് ചെയ്യാത്തത്. കുറച്ചൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നോക്കൂ, ഞാനിവിടെയൊക്കെ കുറച്ച് കറുപ്പൊക്കെ കൊടുത്തു. കണ്ടോ, ഇനി വേണമെങ്കിൽ നമുക്ക് ഇതൊരു ഈ തട്ടത്തിനൊക്കെ ഒരു ഡിസൈൻ കൊടുക്കാം. ഉത്തരേന്ത്യയിലുമൊക്കെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ പെൺകുട്ടികൾക്ക് നല്ല ഭംഗിയാണ് ഇങ്ങനെ കുറച്ച് ഡിസൈനൊക്കെ ഉള്ളത്, അതല്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും മിനിമം ചിത്രങ്ങളാണ്, അതായത് എല്ലാവർക്കും വരയ്ക്കാവുന്ന ഏറ്റവും ലളിതമായ ചിത്രീകരണമാണിത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ലൂമിസ് മെത്തേഡിലൂടെ ഒരു ജീവനകലയും ഒരു ചിത്രവും ഇവിടെ തീർക്കുകയാണ്. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഇഷ്ടം അറിയിക്കുന്നു. നമുക്ക് അടുത്ത ചിത്രവുമായിട്ട് ഉടനെ കാണാം. അപ്പോൾ എന്തായാലും ഇത് വരയ്ക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അയച്ചു കൊടുക്കുക, കൂടെ ഉണ്ടാവുക. ഒരുപാട് ഇഷ്ടം.